പാലക്കാട് എലപ്പുള്ളിയിലെ വിവാദ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് CPI നേതൃത്വത്തിൻ്റെ അനുമതിയോടെ തന്നെയെന്ന വാർത്ത. ഇത് സംബന്ധിച്ച് മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നാലെ എക്സൈസ് മന്ത്രി MB രാജേഷ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ MN സ്മാരകത്തിലെത്തി കണ്ടു. പ്രധാന വിഷയങ്ങൾ വരുമ്പോൾ കൂടിക്കാഴ്ച സ്വാഭാവികമാണെന്ന് കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചുകൊണ്ട് MB രാജേഷ് പറഞ്ഞു. അഴിമതിയുടെ കാര്യം എന്തായി എന്നുള്ളത് അറിയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞു അങ്ങനെ അഴിമതിയുടെ കാര്യം പറയാതെ ഇനി വിടുന്ന പ്രശ്നമില്ലാണ്. ഇന്നലെ രണ്ടുപേരും കൂടി സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയല്ലോ. ആ വാർത്താ സമ്മേളനത്തിൽ അതെ എന്തുണ്ടായിരുന്നു? വാർത്താ സമ്മേളനത്തിൽ എന്താ ആരോപണം? ഇപ്പം എന്താണ് അവശേഷിക്കുന്ന ആരോപണം? അപ്പോൾ ഇതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ എല്ലാ സ്ഥിതി എന്നിപ്പോൾ മനസ്സിലായില്ലേ? ഏത് തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്? എങ്ങനെയാണ് ഈ ആരോപണങ്ങൾ ഒരു പരദൂഷണം എന്ന നിലയിൽ പാടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അവസാനം അതിൻ്റെ ഗതി എന്താണ് എന്നതിൻ്റെ വേറൊരു തെളിവല്ലേ ഇത്? ക്യാബിനറ്റ് അംഗീകരിച്ച കാര്യം അത്. പിന്നെ പ്രത്യേകം ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ല. അത് സാധാരണ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഇത് തുടങ്ങാം. മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്നോട്ട് പോയെന്ന് മന്ത്രി MB രാജേഷ് കുറ്റപ്പെടുത്തി. പിന്നെ പ്രത്യേകം ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ല. അല്ല, അത് സാധാരണ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്, അത്ര. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്രീജിത്ത്. SKN പാലക്കാട് എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം തുടരുകയാണ്. മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നാലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ നേരിൽ കണ്ട് എക്സൈസ് മന്ത്രി MB രാജേഷ് കാര്യങ്ങൾ വിശദീകരിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷമായിരുന്നു MB രാജേഷ് ബിനോയ് വിശ്വം കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയെപ്പറ്റി ഇപ്പോൾ MB രാജേഷ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ജലദൗർലഭ്യവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ ഇപ്പോഴുമുണ്ട് എന്നാണ് CPI നേതൃത്വം പറയുന്നത്. എന്തായാലും എല്ലാ വിശദാംശങ്ങളും പുറത്തു വന്ന ശേഷം ഒരു പ്രതികരണം നടത്തിയാൽ മതി എന്ന ധാരണയാണ് CPIക്കകത്തുള്ളത്. ഇന്നലെ നിയമസഭയിൽ ചട്ടം 285 പ്രകാരം സ്പീക്കർക്ക് എഴുതി നൽകി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ മദ്യനിർമ്മാണശാല അനുമതിയുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉന്നയിച്ചു. എന്നാൽ ഈ അഴിമതി ആരോപണത്തിൽ എത്ര കോടി രൂപയുടെ അഴിമതി നടന്നു എന്നതിനെപ്പറ്റിയുള്ള കൃത്യമായ സൂചനകൾ ഉണ്ടായിരുന്നില്ല. അതാണിപ്പോൾ MB രാജേഷിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം അഴിമതി ആരോപണം എന്തായി എന്ന ചോദ്യം ഉന്നയിക്കാൻ കാരണം. എന്തായാലും ഇന്ന് ഈ നിയമസഭയിൽ ഉയർന്ന അഴിമതി ആരോപണങ്ങൾക്കും മറ്റും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മറുപടി പറയും. നന്ദിപ്രമേയ ചർച്ച ഉച്ചയോടെ അവസാനിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഈ വിമർശനങ്ങൾക്കുള്ള മറുപടി സഭയിൽ നടക്കുക. ഓക്കെ, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.